ഒരു നേതാവിന്റെ മരണത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളൊന്നാകെ ഒരു പുഴയായി ഒഴുകിവന്നു വലിയൊരു സമുദ്രമായി തെരുവുകളിൽ നിറയുന്നു എന്നതാണ് ആ നേതാവ് എത്രമാത്രം ജനഹൃദയങ്ങളിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവ്. അക്രമ രാഷ്ട്രീയത്തിന്റെ വഴിയിൽ നിന്നും മാറി നടന്ന VS കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. ഇനി കേരളത്തിൽ ആദർശം കൊണ്ടും നിലപാടുകൾ കൊണ്ടും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ മറ്റൊരു നേതാവ് ഉണ്ടാവില്ല. ജൂലൈ 21-ന് സഖാവ് VS അമരനാകുമ്പോൾ വലിയ ചുടുകാട്ടിൽ പുന്നപ്ര വയലാറിന്റെ പോരാളികളോടൊപ്പം അവരിൽ ഒരാളായി മാറുമ്പോൾ 5 തലമുറയിലെ ആളുകൾ ഒരേ ശബ്ദത്തിൽ, ഇടറുന്ന ശബ്ദത്തിൽ കൈകൾ ഉയർത്തി വാനിലുറക്കെ വിളിക്കുന്നുണ്ട്. അതെ, ജീവിച്ചിരുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനായ VSനേക്കാൾ കരുത്തുണ്ടാകും അമരനായ VS അച്യുതാനന്ദന്. VS അച്യുതാനന്ദൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നതിൽ ഇടതുപക്ഷ പാർട്ടിയിലുള്ളവർ ശോഭിച്ചിട്ട് കാര്യമില്ല. VSനെ പോലെ ജനസമ്മതനായ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് ജനങ്ങൾക്ക് കൂടി തോന്നിയ നേതാക്കന്മാർ അതിനുശേഷം LDFൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. VS അച്യുതാനന്ദനെ അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചാലും ഒരു തെറ്റും പറയാൻ പറ്റില്ല. സഖാവ് VSന്റെ മരണസമയം മുതൽ ചിലർ പാടുപെട്ട് വിചിത്രമായ ഒരു ചരിത്രം നിർമ്മിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. VSന്റെ പ്രധാന പോരാട്ടം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനെതിരെയായിരുന്നു എന്ന തരത്തിൽ ഒരു നറേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് ഒരു കൂട്ടരുടെ ശ്രമം. VS എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പോരാട്ട ജീവിതം മതികെട്ടാൻ മലകയറ്റവും കൂടംകുളം സമരത്തിലെ പങ്കാളിത്തവും അഴിമതിക്കും സ്ത്രീ പീഡനങ്ങൾക്കുമെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും മാത്രമാണെന്ന തരത്തിലാണ് വേറെ ചിലരുടെ വിശകലനം. ആ ഇടപെടലുകൾ ധീരവും സമാനതകളില്ലാത്തതുമാണെന്ന ഉറച്ച ബോധ്യത്തോടെ തന്നെ പറയട്ടെ. VS എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രത്തെ, വർഗരാഷ്ട്രീയത്തെ സമർത്ഥമായി മറച്ചുവെക്കാനാണ് ചിലരുടെ ഈ കൗശലം. VSന്റെ രാഷ്ട്രീയ ചരിത്രം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി ചരിത്രമാണ്. കേരളം ചുകന്നതിൻ്റെ ചരിത്രമാണ്. VSന്റെ പോരാട്ട ജീവിതം മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു നിന്നിട്ടുള്ളതുമാണ്. പുന്നപ്ര വയലാർ മുതൽ ഇങ്ങ് മൂന്നാറും മതികെട്ടാനും വരെ കണ്ടത് ഒരു അരാഷ്ട്രീയ നന്മ മരത്തെയല്ല, തികഞ്ഞ പ്രത്യയശാസ്ത്രബോധ്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരനെയാണ്. ജാതിക്കും ജന്മിക്കും വലതുപക്ഷ രാഷ്ട്രീയത്തിനുമെതിരായ VSന്റെ നിലപാടുകളാണ് എല്ലാത്തിനും മുകളിൽ ഉയർത്തിക്കാട്ടേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ആ നിലപാടുകൾ വ്യക്തിയുടേത് മാത്രമായിരുന്നില്ല, പാർട്ടിയുടേതായിരുന്നു. ഇതിപ്പോൾ ഉറക്കെ തന്നെ പറയേണ്ടതുമുണ്ട്. എങ്കിൽ മാത്രമേ അടിമുടി പോരാളിയായിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് നേതാവിനോടും ചരിത്രത്തോടും നമുക്ക് നീതി പുലർത്താനാകൂ. കനലെരിയുന്ന ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത, ഏറെ കർക്കശക്കാരനായിരുന്നപ്പോഴും എന്തുകൊണ്ടാണ് ജനഹൃദയങ്ങളിലേക്ക് ഇത്ര ആഴത്തിൽ VS സ്നേഹത്തിൻ്റെ ഒരു വഴിച്ചാൽ വെട്ടിയത് എന്നത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ജനപക്ഷത്തോടൊപ്പം നിന്ന ഒരു ഭരണാധികാരി, ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട ഒരാൾ, സമരം തന്നെ ജീവിതമാക്കിയ പോരാളി, രാഷ്ട്രീയ പ്രവർത്തനം എന്നത് മാനവികത കൂടിയാണ് എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ച ഒരാൾ, പരിസ്ഥിതിക്കും പാർശ്വവൽകൃത മനുഷ്യർക്കും സ്ത്രീകൾക്കും സാധാരണക്കാർക്കും നിസ്സഹായരുമായ എല്ലാ മനുഷ്യർക്കും വേണ്ടി വാദിക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും കൂടിയുള്ളതാണ് രാഷ്ട്രീയവും അധികാരവുമെന്ന് നമ്മെ കാണിച്ചു തന്ന ഒരാൾ, അധികാരത്തിൻ്റെ ആടയാഭരണങ്ങളിൽ അഹന്തയോടെ അഭിരമിക്കാത്ത സാധാരണ മനുഷ്യർക്കൊപ്പം എന്നും നടന്നു നീങ്ങിയ ഒരാൾ, ചിരിച്ചും തോളിൽ കൈയിട്ടും മനുഷ്യന്മാരോട് മണ്ണിൽ ചവിട്ടി നിന്ന് സംവദിച്ച ഒരാൾ, ഞങ്ങളിലൊരാൾ, ഞങ്ങളുടെ സ്വന്തമെന്ന് ഏതു പ്രായത്തിലുമുള്ള ആളുകൾക്കും സ്നേഹത്തോടെ കരുതാവുന്ന ഒരാൾ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിലപാടുകൾ കൊണ്ടും സമഭാവന കൊണ്ടും മരണം വരെയും ജ്വലിപ്പിച്ച മനുഷ്യൻ. കേരളത്തിൻ്റെ പരിസ്ഥിതി ഈ കാണുന്ന രൂപത്തിലെങ്കിലും സംരക്ഷിക്കപ്പെടാൻ ഇടയായതിനും കേരളം VSനോട് കടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭൂസമരങ്ങളിൽ ഒപ്പം നിന്നതിനും, കേരളത്തിലെ സ്ത്രീപീഡകർക്കെതിരെ ശക്തമായ നിലപാടുകളെടുത്തതിനും, ഭൂമി കയ്യേറ്റക്കാർക്കെതിരായ ശക്തമായ നടപടികൾ തുടങ്ങിവെച്ചതിനും, പ്രായത്തെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് കയ്യേറ്റ ഭൂമികൾ തിരികെ പിടിക്കാൻ കാടും മലയും കയറി ഇറങ്ങിയതിനും, എൻഡോസൾഫാൻ വിഷയത്തിൽ ദുരിതബാധിതർക്കൊപ്പം നിലകൊണ്ടതിനും, പൊമ്പിള ഒരുമൈ സമരത്തിനോട് ഒപ്പം ചേർന്നതിനും, അക്രമ രാഷ്ട്രീയത്തിൻ്റെ പാതകളിൽ നിന്നും എക്കാലത്തും അകന്നു നടന്നതിനും, അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചതിനും, വിഷം വമിപ്പിക്കുന്ന സാമുദായിക നേതാക്കളെ എന്നും പടിക്ക് പുറത്തു നിർത്തിയതിനും, അങ്ങനെ എത്രയോ നിലപാടുകൾക്കും കേരളം VSനോട് കടപ്പെട്ടിരിക്കുന്നു. പാർട്ടിക്കകത്തും പുറത്തും എപ്പോഴും മനുഷ്യപക്ഷ നിലപാടുകൾ സ്വീകരിച്ച മാനവികതയുടെ മുഖമായിരുന്നു VS. KFIL ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.